ഗവർണർ സർക്കാർ പോര് ഇനി മറ്റൊരു തലത്തിൽ. ഗവർണറുടെ സുരക്ഷ CRPF ഏറ്റെടുത്തത് SFIക്കും സർക്കാരിനും പോലീസിനും തിരിച്ചടിയായിട്ടുണ്ട്. ഇതിനിടെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണ് യോഗമെങ്കിലും സംസ്ഥാന രാഷ്ട്രീയവും വിലയിരുത്തപ്പെടും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നവകേരള സദസ്സിന്റെ തുടർ പരിപാടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഫെബ്രുവരി മാസം 18 മുതൽ മുഖാമുഖം എന്ന പേരിൽ സംവാദ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിന് പിന്നാലെ മറ്റൊരു ഗിമ്മിക് കൂടി, മുഖാമുഖം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണല്ലോ ഇതെല്ലാം. കൂടാതെ തന്നെ ഇന്ന് CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ മുന്നോടിയായി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയാണ് ഗവർണർ സർക്കാർ പോര്, ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തോട് മറ്റൊരു തലത്തിലേക്ക് മാറുന്ന സാഹചര്യം എങ്ങനെ വിലയിരുത്താം? ലക്ഷ്മി, കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ വാർത്താ ദിനത്തിന് പിന്നാലെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മറ്റൊരു തരത്തിലേക്ക് മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഗവർണർ കഴിഞ്ഞ ദിവസം കേന്ദ്രവുമായി നേരിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ തന്നെ നേരിട്ട് ധരിപ്പിക്കുകയും ഉപരാഷ്ട്രപതിയെ ഫോണിൽ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്രം CRPFന്റെ സുരക്ഷ ഗവർണർക്ക് ഏർപ്പെടുത്തിയത്. Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ അത് വരും ദിവസങ്ങളിൽ ഗവർണർക്കുണ്ടാകും. കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോയ ഗവർണർ 30-ന് കൊച്ചിയിൽ തിരികെ എത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് പോകും. പിന്നെ ഫെബ്രുവരി മാസം ആദ്യവാരമായിരിക്കും വീണ്ടും മടങ്ങിയെത്തുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രതിഷേധങ്ങൾ എന്ന കാര്യത്തിലൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസം SFI വീണ്ടും പ്രതിഷേധങ്ങൾ തുടരും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടൽ ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയതിൽ സംസ്ഥാന പോലീസിന് വലിയ ഒരു നാണക്കേട് വന്നിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് ലഭിച്ചിട്ടുമുണ്ട്. DGP അപ്പോഴും പോലീസിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. DGPക്ക് സ്വാഭാവികമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടി വരും. കൂടാതെ ചീഫ് സെക്രട്ടറിയെയും ആഭ്യന്തര സെക്രട്ടറിയെയും ഒക്കെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ ഉണ്ടായ പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കഴിഞ്ഞ ദിവസം മുഴുവൻ നീണ്ടുനിന്ന ചർച്ചകളും വരും ദിവസങ്ങളിലും കൂടുതൽ തുടർ ചർച്ചകൾ അതിന്റെ ഭാഗമായി ഉണ്ടാകും, തുടർ വാർത്തകൾ അതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർക്കാരിന് ഒരു കരുത്ത തിരിച്ചടി തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ ഗവർണറുടെ നിലപാടും അതിനുശേഷം കേന്ദ്ര സർക്കാർ ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള ബാനർ പ്രതിഷേധം SFI നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിസരത്തും പാളയത്തുമൊക്കെ ഇത്തരത്തിൽ കറുത്ത ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതായത് പ്രതിഷേധം വീണ്ടും തുടരും എന്ന് SFI വ്യക്തമാക്കുന്നു. പക്ഷേ Z+ന്റെ ഒരു സുരക്ഷ ഗവർണർക്ക് സ്വാഭാവികമായുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങളൊക്കെ ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. ഈ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിട്ടുള്ളത് ഗവർണറുടെ നിലപാടോ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ്. നമുക്കറിയാം, തിരുവനന്തപുരം പാളയത്ത് വലിയ പ്രതിഷേധം SFI ഗവർണറുടെ വാഹനത്തിനടുത്ത് വരെ വന്ന് വാഹനത്തിൽ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും അവരുടെ ഒരു അജണ്ട പൊളിഞ്ഞത് ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതോടെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഗവർണർക്കെതിരെ ഇത്രത്തോളം രീതിയിൽ SFIക്കാരെ കയറൂരി വിട്ട് സമരം കടുപ്പിക്കുമ്പോൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു, അതിന്റെ മുഖം മാറുന്നു. അതിനുശേഷം ഇരവാദം ഉന്നയിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. കാരണം ഭരണപരാജയവും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഒരു രീതി എന്നുള്ളതിൽ കൂടി അവർ അങ്ങനെ ഒരു ശ്രദ്ധ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗവർണറും കേന്ദ്ര സർക്കാരും അതിൽ വളരെ കരുതലോടെ മുന്നോട്ട് നീങ്ങുകയും ഗവർണർ പലപ്പോഴും പോലീസിനോട് തന്നെ കൃത്യമായി നടപടിയെടുക്കാൻ പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ മറ്റൊരു രീതിയിലേക്ക് പോകാതെ കൃത്യമായ സുരക്ഷ CRPFന്റെ കേന്ദ്രസേനയുടെ സുരക്ഷ ഗവർണർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ അജണ്ടകൾ പലപ്പോഴും പൊളിഞ്ഞു പോകുന്നത്. പക്ഷേ SFIക്കാർ ഇപ്പോൾ ചന്തു പറഞ്ഞതുപോലെയാണ് ഈ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് മാറ്റിയ സാഹചര്യമുണ്ടല്ലേ, ഈ ബാനറൊക്കെ ഉയർത്തിക്കൊണ്ട് വീണ്ടും ഗവർണറെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം. അതിനെ എങ്ങനെ നോക്കി കാണണമെന്നുള്ളതാണ്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഏതൊക്കെ ഘട്ടങ്ങളിൽ പ്രതിസന്ധിയിലാകുമോ, അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിവാദങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വരുമോ, ആ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഗവർണറെ ചൊടിപ്പിക്കുക, ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, അതൊരു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നോക്കിയാൽ അത് തുടർച്ചയായി ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നടന്ന ആ പ്രതിഷേധം അത് നോക്കിയാൽ മനസ്സിലാകുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധം
സംഘടിപ്പിക്കുക, അതിന്റെ ശ്രദ്ധ വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെയായിരുന്നു ഗവർണർ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചത്. SFIക്കാരെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ ഇളക്കി വിടുന്നത് എന്ന ഒരു കൃത്യമായ ഒരു ആക്ഷേപം ഗവർണർ ഉന്നയിച്ചു. അതിനുശേഷവും പോലീസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വീഴ്ച അവിടെ സംഭവിച്ചു. FIR ഇടുന്ന കാര്യത്തിലും അവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലും അവിടെയും ഗവർണർ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് കടുത്ത നടപടികളിലേക്ക് 153A പ്രകാരമുള്ള വകുപ്പുകളൊക്കെ ചുമത്തുന്ന നടപടികളിലേക്ക് സമാനമായ സംഭവം തന്നെയാണ് ഇന്നലെ കൊല്ലം നിലമേലിലും ഉണ്ടായത്. അവിടെയും ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാട് കടുപ്പിച്ച സാഹചര്യമാണ് സർക്കാരിന് തിരിച്ചടിയായത്. പോലീസിന് വലിയ വീഴ്ച തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം കേരള പോലീസ് വലിയ സംഭവമാണ് എന്ന തരത്തിലൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട് കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ പോലീസിന്റെ വലിയ വീഴ്ച എന്തായാലും രാജ്യം മൊത്തം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെയാണ് ഇനിയുള്ള കാര്യങ്ങൾ, ഇനി എങ്ങനെയാണ് ഈ പ്രതിഷേധം, കാരണം ഇത്രയും ദിവസം SFIക്ക് അനുകൂലമായ സമീപനം പോലീസ് സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം ഗവർണർ തന്നെ ഉയർത്തിയിരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പ്രതിഷേധക്കാർ വരുമ്പോൾ അവരെ അനുനയിപ്പിച്ച് മാറ്റുന്നു, അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നില്ല. അവിടെയാണ് ഒരു ഇരട്ട നീതി കാണിക്കുന്നതായി ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുന്നു, അത്തരത്തിൽ രക്ഷാപ്രവർത്തനം എന്ന തരത്തിലേക്കൊക്കെ മുഖ്യമന്ത്രി തന്നെ അതിന് വ്യാഖ്യാനം നൽകുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ മാറുന്നു. പക്ഷേ ഗവർണർക്കെതിരെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടൊരു ഇരട്ട നീതി കാണിക്കുന്നു എന്ന ചോദ്യം ഗവർണർ അവിടെയാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇനി SFIയുടെ പ്രതിഷേധം എങ്ങനെ ആകും എന്ന കാര്യം നോക്കിക്കാണേണ്ടതുണ്ട്. ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ഇപ്പോൾ ഗവർണർ സംസ്ഥാനത്തില്ലെങ്കിലും ഒരു ബാനർ പ്രതിഷേധത്തിലേക്കൊക്കെ അവരുടെ രീതി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി സംസ്ഥാനത്തേക്ക് ഫെബ്രുവരി 8 കൂടിയായിരിക്കും ഇനി അടുത്ത് ഗവർണർ സംസ്ഥാനത്തേക്ക്. അതിന് മുൻപ് 30-ാം തീയതി കൊച്ചിയിൽ അദ്ദേഹം എത്തും. അതിനുശേഷം അന്ന് തന്നെ അദ്ദേഹം ഡൽഹിക്ക് മടങ്ങിപ്പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഫെബ്രുവരി 8 തിരിച്ചെത്തുക. അപ്പോൾ അതിനുശേഷവും SFI ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുമോ എന്ന കാര്യം എന്തായാലും നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും പ്രധാനമായും SFIക്കും സർക്കാരിനും കേരള പോലീസിനും ഒക്കെ ഒരു കാര്യം കൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഗവർണർ സർക്കാർ പോര് ഈ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചട്ടകമായി കേരള പോലീസ് മാറിയതോടെ ഈ ഇപ്പോൾ കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് വന്ന മറ്റൊരു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യം ഉണ്ടായത് കേരള പോലീസിന്റെ ഒരു പ്രതിച്ഛായ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുകൂടി വിലയിരുത്തേണ്ടത്. വളരെ മങ്ങലേറ്റിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാൻ കഴിയും. കാരണം നേരത്തെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധക്കാർ വരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു. പോലീസ് നടപടിയെടുക്കാൻ കഴിയാതെ മാറി നിൽക്കുന്നു, കൈകെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ പോലീസിനകത്ത് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമുണ്ട്. സ്വാഭാവികമായും നേരത്തെ ഗവർണർ സ്വീകരിച്ച നിലപാടുകളിൽ, ഗവർണറുടെ നടപടികളിലൊക്കെ പോലീസിന് അവിടെ നിർബന്ധിതമാകുന്നു. ഇത്തരത്തിൽ നടപടികളിലേക്ക് പോകാൻ പോലീസ് നിർബന്ധിതമാകുകയാണ്. അതുവരെ കൈയും വെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലീസ് വളരെ സമ്മർദ്ദത്തിലും വളരെ പ്രതിസന്ധി ഘട്ടത്തിലും കൂടി കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു ഈ ഗവർണർ സർക്കാർ പോരിന്റെയും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ഒക്കെ ഉടലെടുത്ത സമയത്ത്. കഴിഞ്ഞ ദിവസവും നമുക്ക് കൊല്ലം നിലമേലിൽ സംഭവിച്ച സംഭവങ്ങൾ നോക്കിയാൽ ഈ പോലീസിന്റെ സമീപനവും ഒക്കെ മനസ്സിലാകും. അതിനുശേഷം തൈക്കാടുണ്ടായ പ്രതിഷേധത്തിലൊക്കെ ഇത്തരത്തിൽ പോലീസ് സ്വീകരിച്ചു വന്ന ആ ഒരു നിലപാട്, അവരെ അനുനയിപ്പിച്ച് മാറ്റുന്ന സമീപനത്തിലേക്കൊക്കെ പോകുന്ന ഒരു നിലപാട്, അത് സ്വാഭാവികമായി മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രോത്സാഹനം SFIക്കാർക്ക് നൽകുന്നു. മുഖ്യമന്ത്രിയുടെ പ്രോത്സാഹനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ SFIക്കാരെ പോലീസ് കൃത്യമായി നേരിടാത്തത് എന്ന ഒരു ആക്ഷേപം ഗവർണർ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പോലീസിനുള്ളിൽ തന്നെ ഒരു അതൃപ്തിക്ക് ഇടവന്നിട്ടുണ്ട്. കാരണം ഗവർണർ ഒരു കൃത്യമായ നിലപാട് ഈ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ റോഡിൽ ഇറങ്ങുകയും അദ്ദേഹം അവിടെ വെച്ച് നടപടി എടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പോലീസിന് ആ നടപടിയിലേക്ക് കടക്കേണ്ടി വരുന്നു. അതേസമയം മുഖ്യമന്ത്രി ഈ പ്രതിഷേധക്കാരെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് പോലീസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സേനയ്ക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഈ പോലീസിനെ ഇത്തരത്തിൽ ചട്ടുകമാക്കുന്നു, അല്ലെങ്കിൽ പോലീസ് ആജ്ഞാവർത്തികളാക്കി മാറ്റുന്നു എന്ന തരത്തിലേക്കൊക്കെയുള്ള വിമർശനവും അതൃപ്തികളും ഒക്കെ ഉണ്ട്. അത് വരും ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യും. DGPക്കെതിരെ എന്തെങ്കിലും നടപടികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. IPS തലത്തിൽ തന്നെ വലിയ രീതിയിലൊക്കെയുള്ള ചർച്ചകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഈ നടപടിയും ഗവർണർ സ്വീകരിച്ച നിലപാടുമൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാം.